ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുക. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ എവിടേക്കാണെന്ന് പതുക്കെ ഞാൻ പറഞ്ഞു തരാം. കോഴിക്കോട് നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് 12:30-ക്കാണ്. ഇന്ന് 12:30-ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 4 മണിക്കൂർ മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാൻ നോക്കുകയാണ്. സോ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അവരെ വൈഫും ഉണ്ട് അവിടുന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ കാറിൽ കരിപ്പൂരിൽ പോയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. സോ അവിടുന്ന് നൈറ്റ് ഫുഡ് കഴിക്കണം. പിന്നെ അങ്ങനെ ബാക്കി എന്നെ പറയേണ്ടത് അറിയില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ കേസ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്. പോട്ടെ കേട്ടോ, പോയിട്ട് വരാം. പോട്ടെ. എന്താ കഴിക്കുന്നത്? ഓക്കെ, പോയിട്ട് വരാം. അപ്പൊ ഇക്ക് തരും. ഉമ്മ തരുവോ? പണങ്ങിക്കുക. ഓക്കെ, പോലേട്ടാ, പോയിട്ട് വരാം അല്ലേ. നമുക്ക് ഇവിടെ വന്നിട്ട് ബാഗൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പൊ കേസ് ഞങ്ങൾ പോയിട്ട് വരാം. സോറി, എയർപോർട്ടിലവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കയറിയിരിക്കുകയാണ്. അടിപൊളി ചായ കേട്ടോ. നമ്മൾ ബട്ടർ നാനോ കൊണ്ടിട്ട് ചില്ലി ചിക്കനൊക്കെയാണ് പറഞ്ഞത്. കഴിച്ചു. ഇനി നേരെ എയർപോർട്ടിൽ പോവാണ്. ഓക്കെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പോൾ കേസ് നമ്മളിവിടെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് 12:30-ക്കാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഇനി ചെക്ക് ചെയ്യാൻ കൊടുക്കണം. എവിടെയാ? ഓക്കെ. ഓക്കെ, നമ്മൾ സിനുവിൻ്റെ ഉപ്പ നമ്മളങ്ങനെ ആക്കി തന്നു. ഇനി ഉപ്പ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി നമുക്ക് ക്യാഷ് കൺവേർട്ട് ചെയ്യണം, ഇന്ത്യൻ റുപ്പി മാറ്റണം. പോയിട്ട് വരാം. എൻട്രൻസ് ചെക്കിങ് കഴിഞ്ഞു. ഇനി ബോഡി പാസിംഗ് ചെക്കിംഗ് ആണ്. ബാഗ് ചെക്കിങ് കഴിഞ്ഞു. ബാഗിന് ഞങ്ങൾ ടാറ്റ പറഞ്ഞു. ഇനി അവിടുന്ന് നമുക്ക് ബാഗ് കാണാൻ പറ്റുള്ളൂ. ബോഡി പാസിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതാനും നിമിഷം ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് പറയും. ഗൈസ്, ബാഗ് താഴെ മറന്നു വെച്ചു. പണി വാളി. ഞാൻ ബാഗ് മറന്നു വെച്ചു ഗൈസ്. ഇനിയിപ്പോൾ താഴെ പോയി എടുക്കണം. ബാഗ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടെൻഷനായി. പിന്നെ അവർ സെക്യൂരിറ്റി നമുക്ക് കൂളായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇല്ല കേട്ടോ, ഓക്കെ ഉണ്ട്. അപ്പോൾ ഗേസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ആകെ ടെൻഷൻ അടിച്ചിട്ട് പണ്ടാറായിട്ടിരിക്കുകയാണ്. ഗേസ് ഇനി നമുക്ക് 1.5 മണിക്കൂർ ഇനിയും സമയമുണ്ട്. 1-2 മണിക്കൂർ ഇനിയും സമയമുണ്ട്. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. എവിടെയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. വെയിറ്റ്. കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഗേസ് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ദൂരെ മലേഷ്യ. അപ്പോൾ ഗേസ് നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ കയറും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സോ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗേസ് നമ്മൾ പോവാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ മലേഷ്യയിൽ നിന്ന് കാണാം. എന്താ സ്ഥലക്കോ? മലേഷ്യ വെച്ച് കാണാം അല്ലേ. അപ്പോൾ നമ്മളെ എയർപോർട്ടിലുള്ള എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ മറക്കില്ല അല്ലേ, കളറാക്കി. അപ്പോൾ ഗേസ് ഞങ്ങൾ പോയിട്ട് വരാം. ഇതിനു അസലേ രണ്ട് പാസ്പോർട്ട് അല്ലേ അതിൽ?
അസലേ ഇത് നമുക്ക് പണിയടാ. ഞാനേ ഞങ്ങൾ മലേഷ്യ പോവാണ്. നമുക്ക് ചേച്ചി അവിടെ പൊളിച്ച് ആട്ടം പിന്നെ ഫ്ലൈറ്റ് കയറിയാണ് എങ്ങനെ എന്താണെന്ന് അറിയില്ല കേസ്. ഓ ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് MBAക്ക് ടൂർ പോകാൻ വേണ്ടി കരുതിയ പ്ലേസ് ആയിരുന്നു മലേഷ്യ. അന്ന് കൊറോണ കാരണം പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്നാണ് അതിൻ്റെ അവസരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പെങ്ങൾക്കും കിട്ടി, വൈഫിനും കിട്ടി. അതെ, നമ്മൾ ഫ്ലൈറ്റിൻ്റെ സ്റ്റേജ് എത്തി, ചെക്കിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈനൽ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഈ ഫ്ലൈറ്റിലുള്ളത് കാണാം. ബൈ. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ചെവി അടങ്ങി ഭയങ്കര പേടി ഇരിക്കും. ചെവി അടയാൻ ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് അവര് മുന്നിലും ഉണ്ട്. എന്തോ കളിക്കുടുക്കിയ ബാലരം എന്തോ കിട്ടിയിട്ടുണ്ട്, അത് വായിക്കാണ്. ഫുഡ് വന്നാലേ കഴിക്കാൻ പറ്റിയാട്ടത്. അപ്പൊ അവര് സിനിമ ഒക്കെ കാണാൻ പറ്റും പറഞ്ഞത് ഏതിലാ? സിനിമ ഒക്കെ കാണാൻ പറ്റണത് ഏതിലാ? അപ്പൊ ടേക്ക് ഓഫിന്റെ ടൈമായി. പേടിയാവുണ്ട് ചെറുതായിട്ട്. ഓക്കെ, നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പുറത്തൊരു കുട്ടി ഉണ്ട് കേട്ടാ. അവൾ നമ്മളെ വീഡിയോക്ക് പോലും മൈൻഡ് ചെയ്യണില്ല. ആരാന്നൊക്കെ ചോദിക്കണം. So they will be departing our flight from Calicut to the Malaysia. ഇതുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മഞ്ഞ് കാരണം പുറത്തൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കടന്നുറങ്ങാം, അതാ നല്ലത്. കൊണ്ടിരിക്കാണ് ആകാശത്തെയോ ആകാശം. ടൈം 5:18 ടൈം മാറി. വാച്ചിൽ എത്ര? വാച്ചിന് 3:45. മലേഷ്യ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മലേഷ്യ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ റൂമിൽ പോയിട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യും. എപ്പോഴാണ് പറഞ്ഞത്? ഇപ്പോൾ അതല്ല, റൂമിൽ നിന്ന് ഈവനിങ്. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ. അതുവരെ സെറ്റിൽ ആവാനുള്ള ടൈം. ഓക്കെ. ഇന്ന് ഈവനിങ് ആണ് പരിപാടി അല്ലേ? ഓക്കെ, നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആവാണ്ട്. പിന്നെ ഞങ്ങൾ മലേഷ്യൻ ഭാഷയെ സംസാരിക്കുള്ളൂ അല്ലേ? അതെ. അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ, കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ. നമ്മളിനി എവിടേക്കോ പോകുന്നുണ്ട്, അറിയില്ല. ഇവര് പിന്നാലെ അങ്ങോട്ട് പോകട്ടെ. ലഗേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ചെക്കൗട്ട് കഴിഞ്ഞു. നമ്മളെ വെയിറ്റ് ചെയ്ത് ആരെയും കൂടെ നിൽക്കട്ടോ അതാവോ. അപ്പോൾ കേസ് നമ്മൾ ഗൈഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഫ്സലാക്കും ഏട്ടനും കൂടിയിട്ട് സിം എടുക്കാൻ വേണ്ടി പോയി. മലേഷ്യത്തെ സിം വേണമല്ലോ, നമ്മുടെ സിം വർക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബറെ കണ്ടു. ഗൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. ചെവി ഓക്കെ കേട്ടോ. അപ്പൊ പക്ഷെ ഈ മൂക്ക് നല്ല ക്ലീൻ ആട്ടോ. ഒരു ചപ്പ് ചവറൊന്നും ഇല്ലേ? നല്ല ഭംഗിയിട്ട് കാണാന്. രണ്ട് സൈഡിലും കുറെ മരങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടാ. ഈ മരത്തിന്റെ പേരെന്താ?
ഹോട്ടലിലെത്തി. റമദ എൻകോർ. ഇതാണ് നമ്മളെ റൂം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും അഫ്സലാക്കും അവർ സെക്കൻഡ് ഫ്ലോറിലുമാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് അവിടെ വന്ന് സുഖം നമുക്കൊന്ന് കിടന്നുറങ്ങാം. നമുക്ക് വൈകിട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ഓക്കെ ബൈ. നമ്മൾ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏട്ടാ എന്തൊക്കെയുള്ളത് പറഞ്ഞു കൊടുക്കും. ബ്രെഡ്, ജ്യൂസ്, ചോക്കോസ്, വടയുണ്ട് ഗേസ്, ഉഴുന്ന് വട, പിന്നെ കോണുണ്ട്, പിന്നെ ഇതെന്തോ ഒരു ഉപ്പുമാവ് പോലെ സാധനം, എന്തൊക്കെ കുറേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. എങ്ങനെയുണ്ട് ഏട്ടാ ഫുഡ്? അസലാക്കോ ഫുഡ് എങ്ങനെയുണ്ട്? സിനു